ഇസ്രായേലിന്റെ ദോഹ ആക്രമണത്തെ സെപ്റ്റംബർ 11 ഭീകരാക്രമണവുമായി ബന്ധപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 2023 ഒക്ടോബർ 7-നുണ്ടായ ഹമാസ് ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ച് 9/11 നിമിഷമാണെന്ന് നെതന്യാഹു പറഞ്ഞു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഇരുണ്ട ദിനമായ 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. 9/11 മറുപടിയായി US എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചോ അതുതന്നെയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും നെതന്യാഹു പറഞ്ഞു. അന്ന് ഭീകര സംഘടനയായ അൽ-ഖ്വയ്ദയ്ക്കെതിരെ US നടത്തിയ പോരാട്ടത്തെയും നെതന്യാഹു അനുസ്മരിച്ചു. സെപ്റ്റംബർ 11 ശേഷം US എന്താണ് ചെയ്തത്? ആ നിന്ദ്യമായ പ്രവൃത്തി ചെയ്ത ഭീകരരെ അവർ എവിടെയായിരുന്നാലും വേട്ടയാടി വീഴ്ത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തു. ഒരു രാജ്യവും ഭീകരർക്ക് അഭയം നൽകരുതെന്ന് പറഞ്ഞ UN രക്ഷാസമിതിയിൽ പ്രമേയം പാസാക്കി. അൽ-ഖ്വയ്ദ ഭീകരരെ തേടി അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങി. ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ ചെന്ന് വധിച്ചു. ഇതുതന്നെയാണ് ഇസ്രായേലും കഴിഞ്ഞ ദിവസം ചെയ്തതെന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസുകാർക്ക് സഹായധനവും അഭയവും ആഡംബര ജീവിതവും ഒരുക്കുന്നെന്നു പറഞ്ഞ് ഖത്തറിനെ കുറ്റപ്പെടുത്തി. ഭീകരർക്ക് താവളമൊരുക്കുന്ന ഖത്തറിനോടും മറ്റു രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ അവരെ പുറത്താക്കണം, അല്ലെങ്കിൽ നിയമത്തിന് വിട്ടുകൊടുക്കണം. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ആക്രമണം നടത്തി 1200ഓളം പേരെ കൂട്ടക്കൊല ചെയ്തതിൽ പങ്കാളികളായ ഹമാസുകാരെ ലക്ഷ്യമിട്ടാണ് ദോഹയിൽ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. 2001-ൽ US-ലെ വേൾഡ് ട്രേഡ് സെന്റർ, പെന്റഗൺ തുടങ്ങിയ കെട്ടിടങ്ങൾക്കുമേൽ റാഞ്ചിയ വിമാനങ്ങൾ ഇടിച്ചിറക്കി അൽ-ഖ്വയ്ദ നടത്തിയ ആക്രമണത്തിൽ 3000ഓളം പേരാണ് മരിച്ചത്. അതിനിടെ ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ. ഇസ്രായേലിന്റെ പേര് പറയാതെയാണ് സുരക്ഷാ കൗൺസിൽ ആക്രമണത്തെ അപലപിച്ചത്. പ്രമേയത്തെ ഇസ്രായേലിന്റെ സഖ്യകക്ഷികളായ അമേരിക്ക ഉൾപ്പെടെയുള്ള 15 അംഗങ്ങൾ അംഗീകരിച്ചു. ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണെന്നും സുരക്ഷാ കൗൺസിൽ അറിയിച്ചു. കൗൺസിൽ അംഗങ്ങൾ സംഘർഷം ലഘൂകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ചൂണ്ടിക്കാട്ടി. ചൈന, ഫ്രാൻസ്, റഷ്യ, UK, അമേരിക്ക തുടങ്ങിയ സ്ഥിര അംഗങ്ങൾക്ക് പുറമെ 10 താത്കാലിക അംഗങ്ങൾ കൂടി ചേർന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ.